ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിർമ്മലേ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറയരുത്. ഞാൻ പറയും. ഈ കുടുംബത്തിന്റെ പാരമ്പര്യം എന്താണെന്ന് നിനക്ക് അറിയാത്തതുകൊണ്ടാ. നീ അവനെ പ്രസവിക്കാത്തതുകൊണ്ടാ. അല്ലെങ്കിലും പേറ്റുനോവ് അറിയാത്തവൾ എങ്ങനെയാ അമ്മയാവുന്നേ? പോകാനുള്ള കാരണം സിത്താര പറഞ്ഞില്ലേ? ഓ, പറഞ്ഞൊപ്പിച്ചു. എന്റെ സുമിത്രേ, അതും വിശ്വസിച്ച് നിങ്ങളിവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അല്ല, അങ്ങനെ കൂട്ടുകാരിക്ക് ഒരു അപകടം പറ്റിയതാണെങ്കില് അവൾക്കെന്താ അത് നവീനോട് പറഞ്ഞാല്? എന്താ നമ്മൾ കുടുംബക്കാരോട് പറഞ്ഞാല്? അപ്പൊ അതൊന്നുമല്ല കാര്യം. ആ സിത്താരയുടെയും ആ കൂടെയുള്ള പെണ്ണിന്റെയും മുഖം ശ്രദ്ധിച്ചായിരുന്നോ? അവർക്ക് പോലും മനസ്സിലായിട്ടില്ല ഇവളെന്തിനാ അവിടെ നിന്ന് ഇറങ്ങി ഓടിയെന്ന്. ഇങ്ങനൊരു അഹങ്കാരം പിടിച്ച പെണ്ണ് നമ്മുടെ നവീന് വേണം. ആലോചിക്കാൻ ഇനിയും സമയമുണ്ട്. അതുകൊണ്ടാ ഞാൻ സുമിത്രയോട് പറയുന്നേ. നിർമ്മലേ, നവീനെ അവൾക്ക് ഇഷ്ടമാ. നവീൻ അവളെ. രണ്ടുപേർക്കും ഒന്നിച്ച് ജീവിക്കാൻ ആ ഇഷ്ടം തന്നെ ധാരാളം. അവിടെ നിക്ക്. എനിക്ക് താല്പര്യമില്ല. എന്റെ സുമിത്രേ, ഇതിപ്പോ നവീന്റെ പെണ്ണിന്റെ സ്ഥാനത്ത് എന്റെ കീർത്തിമോളായിരുന്നെങ്കിൽ നമ്മള് പറയുന്നത് വിട്ട് അവൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കോ? ഇല്ല. ഈ ഗാഥ എന്ന് പറയുന്ന പെങ്കൊച്ചെ ഇപ്പോഴല്ലേ നവീനെ കണ്ടത്, ഇപ്പോഴല്ലേ സ്നേഹിച്ചത്. പക്ഷെ ഈ പ്രായം വരെ നവീനെ മാത്രം ചിന്തിച്ചോണ്ട് നടന്നവളാ എന്റെ മകള്. അവളുടെ പിന്നാലെ വേറെ ആളുകൾ നടക്കാഞ്ഞിട്ടോ അവളെ നോക്കാഞ്ഞിട്ടോ അല്ല. ഞാൻ നവീനുള്ളതാണെന്ന് പറഞ്ഞ് അവള് കുഞ്ഞുനാള് തൊട്ട് മനസ്സിൽ ഉറപ്പിച്ച് കാത്തിരുന്നതാ. സത്യത്തിലേ അവളെ ചതിച്ചതിലുള്ള ശിക്ഷയായി കാണുന്നതൊക്കെ. നിർമ്മലേ, ഇത് ഒരുപാട് തവണ പറഞ്ഞതല്ലേ? അമ്മയും നന്ദേട്ടനും നവീനും ഒക്കെ ഇത് തള്ളിക്കളഞ്ഞ കാര്യമല്ലേ? നിർമ്മല ഇനിയെങ്കിലും മാന്യതയുള്ള ഒരു അമ്മയാവാൻ ശ്രമിക്ക്. അല്ലാതെ സ്വന്തം മകൾക്ക് വേണ്ടി ആരുടെയെങ്കിലും പുറകെ ഇങ്ങനെ അലഞ്ഞു നടക്കാതെ. ഞാനേ വേറെ ആരുടെയും പുറകിലല്ല അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നേ. എന്റെ ആങ്ങളുടെ മകന്റെ പുറകെയാ. നവീനെ പ്രസവിച്ച അമ്മയായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിലേ ഈ നന്ദികേട് എന്നോട് കാണിക്കില്ലായിരുന്നു. നിർമ്മലേ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറയരുത്. ഞാൻ പറയും. ഈ കുടുംബത്തിന്റെ പാരമ്പര്യം എന്താണെന്ന് നിനക്ക് അറിയാത്തതുകൊണ്ടാ. നീ അവനെ പ്രസവിക്കാത്തതുകൊണ്ടാ. അല്ലെങ്കിലും പേറ്റുനോവ് അറിയാത്തവൾ എങ്ങനെയാ അമ്മയാവുന്നേ? മിണ്ടിപ്പോവരുത്. പേറ്റുനോവ് അറിയാതെ അമ്മയാവാൻ പറ്റില്ലെന്ന് നിന്നോട് ആരടി പറഞ്ഞത്? അമ്മ എന്ന സങ്കല്പത്തെ പറ്റി നീ എന്താ കരുതി വെച്ചിരിക്കുന്നേ? അസൂയയും കുശുമ്പും സ്വന്തം മകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന നിന്നെ പോലെയാണ് ഒരമ്മ. അതല്ലാതെ അമ്മയാവാം, സ്നേഹത്തിലൂടെ. എന്റെ നവീനെ ഞാൻ പ്രസവിച്ചതല്ല. പക്ഷേ എന്റെ സ്നേഹം കൊണ്ട് ഞാൻ അവനെ എന്റെ സ്വന്തം മോനാക്കിയതാ. വേറെ എന്ത് പറഞ്ഞു വേണമെങ്കിലും നിനക്കെന്നെ ആക്ഷേപിക്കാം. പക്ഷേ നവീന്റെ അമ്മയല്ല ഞാനെന്ന് നീ ഇനി ഒരു തവണ കൂടി പറഞ്ഞ നിർമ്മലേ, അത് ഞാൻ ക്ഷമിച്ചു തരില്ല. ഓർമ്മയിരിക്കട്ടെ. നിനക്ക് ഭ്രാന്ത് പിടിച്ചാ? അതെ, എനിക്ക് ഭ്രാന്താ. അതാരെ കൊണ്ടാ വന്നെന്നറിയോ? നിങ്ങളെ കൊണ്ട്. എന്റെ പൊന്നു നിർമ്മലേ, ഞാൻ ഇത്രയും നേരം ഈ മുറിക്കകത്ത് അടച്ചിരിക്കായിരുന്നു. പിന്നെ എന്നെ കൊണ്ട് നിനക്ക് എന്ത് സംഭവിച്ചു എന്നാ നീ പറയുന്നത്? നീ നാഗവല്ലി കളിക്കാതെ കാര്യം പറ. എനിക്കൊന്നും അറിഞ്ഞൂടാ മോളെ.
നിന്റെ അമ്മ കലിതുള്ളി ഇതിനകത്തോട്ട് കയറി വന്നിട്ട് എന്നതേ കാണിച്ചു വച്ചിരിക്കുന്ന കോലം കണ്ടില്ലേ? എന്താ അമ്മ കാര്യം? അവൾ എന്നെ തല്ലി. ആര്? സുമിത്ര. സുമിത്ര ഒരാളെ കൈപൊക്കി അടിക്കണമെങ്കിൽ അത്രയും കടുത്തത് നീ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും. അത് ഉറപ്പാണ്, അല്ലെങ്കിൽ അവളത് ചെയ്യില്ല. അപ്പോഴും നിങ്ങൾക്ക് ന്യായീകരിക്കാനുള്ളത് സുമിത്രയാണ്, എന്നെയല്ല. എന്നെ തല്ലാനുള്ള ധൈര്യമൊക്കെ അവക്ക് എവിടുന്നാ കിട്ടി? ഇവിടെ നോക്കിട്ടി, അത് ഞാൻ കൊടുത്തതല്ല. നിങ്ങൾ കൊടുത്തത് തന്നെയാ. അവള് തല്ലും, ചിലപ്പോ കാർത്തുപ്പും. എന്താ കാരണം? എന്താ കാരണം? അവളുടെ അടിമയായിട്ടില്ലേ നമ്മളിവിടെ ജീവിക്കുന്നേ? നിങ്ങൾക്ക് മര്യാദക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ, മാന്യോട്ടൊരു വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ അടിമയായിട്ട് കിടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എന്തെങ്കിലും കന്നന്തിരിവ് കാണിച്ച് ആരെങ്കിലും കയ്യിൽ നിന്ന് അടിയും മാച്ചോണ്ട് നേരെ വന്ന് എന്റെ പാക്കറ്റ് കയറിക്കോളും. അച്ഛൻ മിണ്ടണ്ട. അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. ചില നേരത്തെ എനിക്കും തോന്നിയിട്ടുണ്ട് ഇവിടെ ഒരു അധികപ്പറ്റായിട്ടാ നമ്മള് കിടക്കണേന്ന്. അത് അച്ഛനെ കൊണ്ട് തന്നെയാ, അച്ഛനെ കൊണ്ട് മാത്രം. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഒരു വലിയ കലത്തിൽ എന്നെ ഇരുത്തി അടുപ്പത്തിട്ട് പുഴുങ്ങ്. എന്നിട്ട് രണ്ടുപേരും കൂടി അപ്പുറോ ഇപ്പുറോ ഇരുന്ന് തിന്ന്. ഇതിലും ഭേദാതാ. അതുപോലും വയറ്റി പിടിക്കില്ല. അത്രയ്ക്കും വേസ്റ്റാ നിങ്ങളുടെ ജീവിതം. എന്നാലും എന്തിനമ്മേ തല്ലിയേ? അവളുടെ സംസാരം കൂടിയപ്പോ നവീന് നീ പ്രസവിച്ചതല്ലോ എന്ന് ഞാനൊന്ന് ചോദിച്ചു. അതിനാ അവളെന്നെ തല്ലിയത്. അവൾക്കുള്ളത് ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. എന്നെ തല്ലി അവളുടെ കൈയുണ്ടല്ലോ, അത് അനങ്ങാൻ പറ്റാത്ത വിധത്തില് ആക്കിക്കളയും ഞാൻ. അവള് കളരിക്കൽ തറവാട്ടിലേക്ക് രണ്ടാം ഭാര്യയെ കയറി വന്നവളല്ലേ. ഞാൻ കളരിക്കൽ തറവാട്ടില് ജനിച്ചു വളർന്നവളാ. ആ അവകാശം നിർമ്മലയ്ക്ക് തന്നെയാ കൂടുതല്. അത് അവളെ ഞാൻ ബോധ്യപ്പെടുത്തി കൊടുക്കും, ഒട്ടും വൈകാതെ. എത്തിയോ? ആ, ഞങ്ങളിവിടെ എത്തി. എന്നാ നീ ജംഗ്ഷനിലോട്ട് വാ, ഞാനിവിടെ ഉണ്ട്. ആ, മോളോ മോന എവിടെ? അവളെ ബാങ്കിനകത്തോട്ട് കയറിയിട്ടുണ്ട്. കുറെ നേരമായി പോയിട്ട്. അവളുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ? അകത്തോട്ട് കയറി പോകുമ്പോ ആരെയും കണ്ടില്ല. ഇനിയിപ്പോ ഇറങ്ങി വരുമ്പോ ഉണ്ടാവുമെന്ന് പറയാനും പറ്റില്ല. ഇവളുമാർക്കൊക്കെ നല്ല കണക്ഷൻ അല്ലേ? അവൾ ഇറങ്ങി വന്നാൽ അവളെ പിടികൂടും. ഒരു കാരണവശാലും അവള് നമ്മളെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകരുത്. അതല്ലേ നിങ്ങൾ പറഞ്ഞ ആള്? ഹലോ, കോണ്ടാക്ടർ അല്ലേ? ഞാൻ സുന്ദരിയാ. ഗോപാലമ്മ, എന്തായാലും അവളെ പിടിക്കണം. എന്തായി വീടിന്റെ കാര്യം? എല്ലാം ഓക്കെ ആണെങ്കിൽ നാളെ തന്നെ നമുക്ക് പണം കൊടുക്കാം. 10 ലക്ഷം രൂപ അവൾക്ക് കൊടുക്കാനുള്ളതാ. പിന്നെ എങ്ങനെ അവളെ വിടുക? അതിന് അടുത്ത ദിവസം രജിസ്റ്റർ ചെയ്യാലോ. മോന വാ.